അയാളുടെ മദ്യപാനവും പരസ്ത്രീ ബന്ധവും അതോടെ നിന്നോളും. ആ, ദക്ഷിണ തന്നോളൂ. എല്ലാം ഭംഗിയായി വരും. ശരി സ്വാമി. ആ, എന്താ, എന്തു വേണം? ഈ എയറിൽ നിന്ന് ഭസ്മം എടുക്കുന്ന വിദ്യ എന്നെയും കൂടി പഠിപ്പിക്കാമോ? അമ്പട വീര, നീ ആള് കൊള്ളാലോ. അതെങ്ങനെ? സൗജന്യമായിട്ടൊന്നും നിനക്ക് പഠിക്കാൻ പറ്റില്ല. പഠിക്കണമെന്നുണ്ടെങ്കിൽ നീ എനിക്ക് 500 രൂപ കൊണ്ടുതാ. പിന്നെ 500 രൂപ അതുണ്ടെങ്കിൽ ഞാൻ എന്തുമാത്രം സിപ്പപ്പ് വാങ്ങി കുടിച്ചേനെ. ഭസ്മം വേണ്ട, ഐസ്ക്രീം എടുത്തു തരാൻ പറ്റുമോ? അവന്റെ ഒരു ഐസ്ക്രീമും മത്താപ്പും. ആ കൊച്ചേർക്ക, മര്യാദക്ക് നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ ശപിച്ച് മാക്രിയാക്കി കളയും കേട്ടാ. കളിയാക്കുന്നോടാ, ഓടാ. നീ പോടാ ഭ്രാന്താ. നിന്നോടെ നിക്കേ, അവിടെ നിക്കേ, നിന്നോടെ. ഭാഗ്യം, ആരും കണ്ടില്ല. ഓം നമ ശിവായ, ഓം നമ ശിവായ. നാലര മണിക്ക് സ്കൂൾ വിടുന്നതാണ്. മണി 5:30 കഴിഞ്ഞു. അവൻ ഇതുവരെ വരാൻ സമയമായില്ല. ഇനി വരട്ടെ, അടിച്ചവന്റെ പുറം പൊളിക്കുന്നുണ്ട്. വന്നല്ലോ ഊര് തെണ്ടി. നീ വാടാ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അമ്മേ, ദാവൻ വന്നിട്ടുണ്ട്. നിക്കടാ അവിടെ. നീ ഇതുവരെ എവിടെയായിരുന്നു? 4:30 മണിക്ക് സ്കൂൾ വിട്ടതല്ലേ? ഇത്രയും സമയം നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നീ അകത്തോട്ട് കയറിയാൽ മതി. എന്താടാ ചോദിച്ചത് കേട്ടില്ലേ? സ്കൂള് വിട്ട് ഇത്രയും സമയമായിട്ടും എവിടെ ആയിരുന്നു എന്നാണ് ചോദിച്ചത്. നിനക്കെന്താടാ ഇവിടെ നിന്ന് ഞങ്ങൾ ആരും ആഹാരവും തരുന്നില്ലേ? അതോ നിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ പട്ടിണി കിട്ടേക്കാണോ? നീ ഇന്ന് എത്ര പേരുടെ സിപ്പപ്പ് എരന്ന് വാങ്ങി തിന്നടാ? നീ കാണിക്കുന്ന വഷളത്തരമൊന്നും ഞാൻ അറിയില്ല എന്ന് കരുതിയോ നീ? എന്റെ കൂടെ ജോലി ചെയ്യുന്ന സുകുമാരന്റെ അടുത്ത് നീ സിപ്പപ്പ് വാങ്ങിത്തരാൻ പറഞ്ഞോ? ആ സുകുമാരൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ നാണക്കേട് കൊണ്ട് തൊലി ഉരിഞ്ഞുപോയി. എന്തിനാടാ നാട്ടുകാരെ കൊണ്ട് ഞങ്ങളെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? പറ, നീ അയാളോട് സിപ്പപ്പ് വാങ്ങിത്തരാൻ പറഞ്ഞോന്നാണ് ചോദിച്ചത്. ചോദിച്ചതിന് ഉത്തരം പറയാതെ നോക്കി പഠിപ്പിക്കുന്നു അസത്തെ. നീ അങ്ങോട്ട് മാറി നിൽക്ക്. നീ ഒറ്റ ഒരുത്തിയാണ് ഇവനെ കൊഞ്ചിച്ചിങ്ങനെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്.
തല്ലുകയല്ല, തല്ലി കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അനുസരണയില്ലാത്ത ജന്തു. ഇവൻ സ്കൂളിലേക്കെന്നും പറഞ്ഞ് പോകുന്നത് എന്നെ നാട്ടുകാരുടെ ഇരന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലുള്ളവരെ മുഴുവൻ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. നിന്റെ ഒടുക്കത്തെ സന്തതി. ഇനി മേലാൽ നീ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങി കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ തല്ലി കൊന്നുകളയുന്നുണ്ട് ഞാൻ. എന്താ ഇത് ജയേട്ടാ? ഇതൊന്നും അവന്റെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഓ പിന്നെ എല്ലാം നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? നീ മിണ്ടരുത്. നിങ്ങളൊന്ന് അടങ്ങ്. ഇവൻ ഇത്തിരി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയാന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? ഇവന്റെ കുറ്റമല്ല. പിന്നെ കോവിഡ് കാലത്ത് നമ്മളെല്ലാം ഇവനെ അടച്ചു പൂട്ടിയിട്ട് വളർത്തിയതല്ലേ? അതിന്റെ കുഴപ്പം കൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. ഓ പിന്നെ കോവിഡ് കാലത്ത് ഇവൻ മാത്രമാണല്ലോ ലോകത്ത് കുട്ടിയായിട്ടുണ്ടായിരുന്നത്. എല്ലാ കുട്ടികളും ആ സമയത്ത് അങ്ങനെ തന്നെയാണ് വളർന്നത്. പക്ഷെ അവരാരും ഇവനെ പോലെ ഇങ്ങനെ വഴിപഴിച്ച് നടക്കുന്നില്ലല്ലോ. വലിയ കാശുകാരനൊന്നും അല്ലെങ്കിലും മര്യാദയ്ക്ക് പണിയെടുത്തിട്ട് തന്നെ ഞാൻ ജീവിക്കുന്നത്. എന്റെ മക്കള് ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ എരന്ന് കിടക്കേണ്ട ഗതികേടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എടേ ഇവനെ എന്തിന്റെങ്കിലും കുറവ് നമ്മളിവിടെ വരുത്തിയിട്ടുണ്ടോ? എന്നിട്ടും ഇവനെന്തിനാ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടി എരന്ന് തിന്നുന്നത്? നിങ്ങളൊന്ന് അടങ്ങ്. അതൊക്കെ ഇവന്റെ അറിവുകേട് കൊണ്ടല്ലേ? ഞാൻ പറഞ്ഞു തിരുത്തിക്കോളാം. നിങ്ങൾ അതിന്റെ പേരില് അവന്റെ മെക്കിട്ട് കയറാനൊന്നും നിക്കണ്ട. പറഞ്ഞ് തിരുത്തിയ നിനക്കും നിന്റെ മോനും നല്ലത്. അല്ലെങ്കിലുണ്ടല്ലോ നിന്റെ തൊടയുടെ തൊലി ഈ പുളിങ്കൊമ്പിലിരിക്കും. പറഞ്ഞേക്കാം. മോനെ